എല്ലാവരും ചായ കുടിച്ചാ? ഞാൻ കുടിക്കട്ടെ. എൻ്റെ നെയ്മർ വന്നിന് കേട്ടാ. അത് പിന്നെ മിഞ്ഞാന്ന് കഴിഞ്ഞ പ്രാന്തമൊക്കെ കടിച്ചിന്നാരോ പറഞ്ഞു. അത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമായി. പിന്നെ അത് ഇവിടുന്ന് പോവുകയും ചെയ്തു. ഞാൻ ഇന്നലെ പിന്നെ ഇന്നലെ വന്നതിന് ശേഷം വിചാരിച്ചു, ഇന്ന് രാവിലെ കണ്ടത്. വന്നതിന് ശേഷം വിചാരിച്ചു ഞാൻ വീഡിയോ ഇടണ്ടേനു, ആ വീഡിയോ ഇടണ്ടേനു. സോറി കേട്ടാ. അത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. എനിക്കങ്ങനെയാണ്, പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഇട്ടുപോയതാ, സോറി. ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ പോകാനൊരുണ്ട്, ഞാൻ ചോറ് ഇട്ട് വെച്ചിനി. ആ ചോറ് ഏതാ തിന്നേന്നറിയില്ല, തിന്നിന്. പോരാതെ രാവിലെ വന്നപാട് ഞാൻ ചോറ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. ഇനി എവിടെ പോയാലും ഇങ്ങനെ പോന്നെയാന്ന് വിചാരിക്കാമല്ലോ. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഓടി പോകാത്തോണ്ടാണ് അങ്ങനെ. ഇന്ന് കടി കൊയക്കട്ടയും മുട്ടക്കറിയും, മസാലക്കറി. ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങെല്ലാം മസാലക്കറി വെച്ചിട്ട് അതിൻ്റെ അകത്ത് മുട്ട ഒഴുകിയിട്ടിട്ട്. കട്ടൻ ചായ. ഈ മുരുടേന് 4 ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കും. അതിൽ 3 ഗ്ലാസ് ഞാൻ കുടിക്കും രാവിലെ. രാവിലെ ആ ഒരു കുടി, പിന്നെ വൈകുന്നേരം മാത്രമേ വെക്കുള്ളൂ. മുമ്പെല്ലാം ഏത് സമയം തോന്നുമ്പോൾ കട്ടൻ ചായ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം രാവിലെ ഈ ഒരു കുടി 3 ഗ്ലാസ് കുടിക്കും, ലൈറ്റ് കട്ടനാക്കിയിട്ട്. അത് മധുരം ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. നമ്മൾ പോറ്റുന്ന ഒരു എന്തെന്നായാലും അതിനെന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മളെ കൂടി വിഷമമല്ല. അങ്ങനെ വിളിക്കുമ്പോൾ പറയും ചെയ്യും. നമ്മൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് പിന്നെ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? എന്നാ ഓക്കെ, ശരിയാ. ചായ കുടിക്കട്ടെ.